ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 9ാം പതിപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക്. ആഗോളതലത്തിൽ എല്ലാ മേഖലയിലും വിശ്വസ്തനായ പങ്കാളിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ രാജ്യത്തെ യുവജനങ്ങൾക്ക് പുതിയ അവസരം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി. ജമ്മു കശ്മീരിലെ സുരക്ഷാ സ്ഥിതികൾ വിലയിരുത്തുന്നതിനുള്ള ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാഷ്ട്രപതിയുടെ അനുമതിക്കയച്ചു. മേഘാലയയിലെ അനധികൃത കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേർ മരിച്ചതായി റിപ്പോർട്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയത് 6 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 9ാം പതിപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക്. 4.5 കോടിയിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായാണ് പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത പരീക്ഷാ പേ ചർച്ച പരിപാടി ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസൃതമായാണ് നടപ്പിലാക്കുന്നത്. പരീക്ഷാ സമയത്തെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വിദ്യാർത്ഥികളെ സഹായിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഡൽഹിക്കു പുറമെ കോയമ്പത്തൂർ, റായ്പൂർ, ദേവ്മോഗ്ര, ഗുവാഹത്തി എന്നീ നഗരങ്ങളെയും ഇത്തവണത്തെ പരീക്ഷാ പേ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സമൂഹമാധ്യമ പേജുകൾ എന്നിവയെ കൂടാതെ വേവ്സ്, ആമസോൺ പ്രൈം വീഡിയോ തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലും പരീക്ഷാ പേ ചർച്ച സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആഗോളതലത്തിൽ എല്ലാ മേഖലയിലും വിശ്വസ്തനായ പങ്കാളിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്ക ഉൾപ്പെടെ 9 രാജ്യങ്ങളുമായും യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളുമായും ഇന്ത്യ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ മോദി പറഞ്ഞു. ഇത് രാജ്യത്തെ യുവജനങ്ങൾക്കും കർഷകർക്കും ഉൾപ്പെടെ വലിയ തോതിൽ ഗുണം ചെയ്യും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. बड़े बड़े देश भारत के साथ व्यापारिक संबंध बनाने के लिए बहुत ही आतुर है. यूरोपीय संघ का ट्रेड डील हो, अमेरिका के साथ अभी हुआ जो ट्रेड डील हो, पूरा विश्व खुल करके इस ट्रेड डील का तारीफ कर रहा है. जब यूरोपियन यूनियन के साथ ट्रेड डील हुआ तो विश्व को एक भरोसा हुआ कि अब वैश्विक स्तर पर स्थिरता की संभावना बढ़ेगी. अमेरिका के साथ ट्रेड डील होने के बाद विश्व को और भरोसा हो गया कि जो स्थिरता के एहसास हो रहा था अब गति का भी एहसास होने लगा है. इसका सबसे बड़ा लाभ हमारे देश के नौजवानों को होगा. നിർണായകമായ നയപരിഷ്കാരങ്ങളിലൂടെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംരംഭകരെ പിന്തുണയ്ക്കുന്ന ശക്തമായ നിർമ്മാണ ആവാസ വ്യവസ്ഥയാണ് രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നതെന്നും ഇന്ത്യയിലെ യുവപ്രതിഭകളെ ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുവിലെ സുരക്ഷാ സ്ഥിതികൾ അവലോകനം ചെയ്യും. 2 ദിവസത്തെ ജമ്മു കശ്മീർ സന്ദർശനത്തിനായി ശ്രീ ഷാ ഇന്നലെ രാത്രിയാണ് ജമ്മുവിലെത്തിയത്. പ്രദേശത്തെ ക്രമസമാധാന സ്ഥിതി ഉൾപ്പെടെയുള്ളവ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തും. കത്വ ജില്ലയിലെ ഹിരാനഗറിൽ അന്താരാഷ്ട്ര അതിർത്തി സന്ദർശിക്കുന്ന അദ്ദേഹം അതിർത്തി സുരക്ഷാ സേനയ്ക്ക് പുതിയതായി നൽകിയ ഉപകരണങ്ങൾ പരിശോധിക്കും. വീരമൃത്യുവരിച്ച സൈനികരുടെ കുടുംബങ്ങളുമായി ശ്രീ അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും. നാളെ ശ്രീനഗറിലേക്ക് പോകുന്ന ശ്രീ അമിത്ഷാ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. മേഘാലയയിൽ ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിലെ താങ്സ്കോ മേഖലയിൽ അനധികൃത കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇന്നലെയായിരുന്നു സംഭവം. നിരവധി പേർ ഇപ്പോഴും ഖനിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഖനനത്തിനായി ഉപയോഗിച്ച ഡൈനമൈറ്റ് പൊട്ടിത്തെറിച്ചാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പോലീസിന്റെയും ദുരന്ത പ്രതികരണ സേനയുടെയും നേതൃത്വത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായവും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. പ്രധാനമന്ത്രി മോദിയുടെ 3ാമത്തെ മലേഷ്യ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ 2025-2026 സാമ്പത്തിക വർഷത്തിലെ ദ്വൈമാസ പണനയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ
പണപ്പെരുപ്പം, മറ്റ് സാമ്പത്തിക ഘടകങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ബുധനാഴ്ച യോഗം ആരംഭിച്ചത്. ഈ സാമ്പത്തിക വർഷത്തെ അവസാന നയ അവലോകനമായിരിക്കുമിത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ RBI റിപ്പോ നിരക്ക് 125 ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയച്ചു. വന്യജീവി ആക്രമണം ഫലപ്രദമായി നേരിടുന്നതിന് നിലവിലുള്ള വ്യവസ്ഥകൾ അപര്യാപ്തമായതിനാലാണ് തീരുമാനം. ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ ആവശ്യമെങ്കിൽ കൊല്ലുന്നതിനോ മയക്കുവെടി വയ്ക്കുന്നതിനോ അനുവദിക്കുന്ന വ്യവസ്ഥ ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. ഇന്ത്യ സീഷെൽസ് നയതന്ത്ര ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമീനി ചെന്നൈയിലെത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് തമിഴ്നാട് ഗവർണർ RN രവിയുമായും നാളെ മഹാരാഷ്ട്ര ഗവർണറുമായും കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഡൽഹിയിലെത്തുന്ന അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,039 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരും 17,287 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര നിരീക്ഷകരായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ 714 ജനറൽ നിരീക്ഷകന്മാർ, 233 പോലീസ് നിരീക്ഷകന്മാർ, 497 ചെലവ് നിരീക്ഷകർ ഉൾപ്പെടെ 1,444 ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. തൃശൂർ ജില്ലാതല കേരളോത്സവത്തിന് ഇന്ന് തിരിതെളിയും. മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ജില്ലാ പഞ്ചായത്തും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരളോത്സവം 2026 ഇന്നു മുതൽ 9 വരെ ജില്ലയിലെ വിവിധ വേദികളിലായി നടക്കും. 8 വേദികളിലായി കലാമത്സരങ്ങളും 14 കേന്ദ്രങ്ങളിലായി കായിക മത്സരങ്ങളും നടക്കും. ഏകദേശം 1,500 കലാകായിക പ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഫെബ്രുവരി 9-ന് വൈകിട്ട് 3 മണിക്ക് തൃശൂർ ടൗൺഹാളിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം സമ്മാനദാനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. വഡോദരയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു തങ്ങളുടെ രണ്ടാമത്തെ കിരീടം നേടിയത്. ഡൽഹി ഉയർത്തിയ 204 റൺസ് എന്ന വിജയലക്ഷ്യം 19.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് മറികടന്നു. സ്മൃതി മന്ദാന പ്ലെയർ ഓഫ് ദി മാച്ചായും ഗുജറാത്ത് ജയന്റ്സിന്റെ സോഫി ഡിവൈൻ പ്ലെയർ ഓഫ് ദി സീരീസായും തിരഞ്ഞെടുക്കപ്പെട്ടു. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ ഇതുവരെ തോൽവിയറിയാതെയാണ് ഇന്ത്യൻ ടീം ഫൈനലിൽ എത്തുന്നത്. അണ്ടർ-19 ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയതും ഇന്ത്യയാണ്. 5 തവണ ഇന്ത്യ കിരീടമുയർത്തിയിട്ടുണ്ട്. തൊട്ടുപിന്നിൽ ഓസ്ട്രേലിയയാണ്. സിംബാബ്വേയിലെ ഹരാരയിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് മത്സരം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം സർവീസസിനെ നേരിടും. ഞായറാഴ്ച അസമിലാണ് കലാശപ്പോര്. US ഇറാൻ നിർണായക ആണവ ചർച്ചകൾ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ ഇന്ന് നടക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ചർച്ചകൾക്ക് സൗകര്യമൊരുക്കിയ ഒമാന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 9ാം പതിപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക്. ആഗോളതലത്തിൽ എല്ലാ മേഖലയിലും വിശ്വസ്തനായ പങ്കാളിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ രാജ്യത്തെ യുവജനങ്ങൾക്ക് പുതിയ അവസരം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി. ജമ്മു കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനുള്ള ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയച്ചു. മേഘാലയയിലെ അനധികൃത കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേർ മരിച്ചതായി റിപ്പോർട്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയത് 6 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.